എന്നിട്ട് ഞാൻ ഏടത്തിൻ്റെ മോളെ വിളിച്ച് കഴിഞ്ഞല്ലോ, ഇത് ഞാൻ ഓല കൊണ്ടാണ്, ഞാൻ തന്നെ മടയിലാണ് ഈ കിലൊക്കെ ഏറിയത് മട. എന്നിട്ട് വയ്യ ഞാൻ ഓളയും വിളിച്ച് സീറ്റ് വാങ്ങിയിട്ട് കുട്ടികൾ പ്രാവിനെ പോയിട്ട് വലക്കാർ കുട്ടികൾ സ്വല്ലറാക്കി പല പ്രകാരം ചെയ്തു. ഞാൻ എങ്ങോട്ട് പോകാം മോളെ? ഇത് നാരായണി. കാപ്പാട് കണ്ണങ്കടവിൽ കടലാക്രമണ ഭീഷണിയിൽ ചോർന്നൊലിക്കുന്ന കുടിലിൽ താമസിക്കുന്നു. നാരായണി ഉൾപ്പെടെ 28 പേർക്കായി കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിൽ സുനാമി പുനരധിവാസ പദ്ധതിയിൽ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ വീടുകളുടെ അവസ്ഥ ഇങ്ങനെ. ഞങ്ങൾക്ക് താക്കോല് തന്ന സമയത്ത് ഞങ്ങൾക്ക് കാണാൻ നല്ല അന്തസ്സുള്ളവർ ഒരു 3 ലക്ഷം ചുരുങ്ങിയതില്ലാണ്ട് അപ്പോൾ ഒരടക്കം ചുരുക്കോ എല്ലാത്തും എടുക്കുകയാണ് വെച്ച് ജനലും പുരൻ്റെ അകത്തൊക്കെ ഞങ്ങൾ തുറന്നു വെച്ച പുരെല്ലാം കീറി കണ്ടതാണ്. അങ്ങനത്തെ വീടിൽ ഞങ്ങൾ 2ാം പ്രാവശ്യം പോയൊക്കെ സങ്കടം വരുന്നു ഞങ്ങൾക്ക് ആ വീട് കണ്ട്. 2009 തന്നെ ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തിയായതാണ്. കിണറില്ലാത്തതിനാലാണ് വീട് കൈമാറാത്തതെന്നാണ് പറയുന്ന ന്യായം. കിണർ കുഴിച്ചാൽ വെള്ളം ലഭിക്കാത്തിടത്ത് എന്തിന് വില കൊടുത്ത് സ്ഥലം വാങ്ങി വീടുകൾ പണിതു എന്ന ചോദ്യമാണ് നാരായണിയും മറ്റുള്ളവരും ചോദിക്കുന്നത്. ക്യാമറ പേഴ്സൺ സഞ്ജു പൊറ്റമ്മലിനൊപ്പം ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.